വീണ്ടും ഈ കോന്നിയിൽ മത്സരിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കോന്നി പത്തനംതിട്ടയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ മത്സരിച്ചാൽ അതിന് അയ്യപ്പൻ കൈകാര്യം ചെയ്ത് കൊടുക്കുള്ളൂ, കുഴപ്പമില്ല. ഇന്നലെ വി.ഡി. സതീശൻ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചേർന്ന് മത്സരിക്കും എന്നുള്ള വീണ്ടും ആവർത്തി. അത് നമ്മുടെ കേരള സംസ്ഥാനത്തെ വർഗീയ കക്ഷികളുമായിട്ട് എല്ലാ നിലയിലുമുള്ള കൂട്ടുകെട്ടാണല്ലോ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പുതിയൊരു കാര്യമല്ല, നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൻ എന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി തീരുമാനം എടുക്കട്ടെ എന്ന്. പാർട്ടി ഇതുവരെ തീരുമാനമെടുത്ത് ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ അടൂർ പ്രകാശ്, ആന്റണി, ഈ കാട്ടുകള്ളന്മാർ ഇവർ സോണിയാഗാന്ധിയുടെ അടുത്ത് വന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വിവരാരായാലോ ചോദ്യം ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിവരം ആരായാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമാണ് വന്നത്. ഇനി കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, എന്തോ കാര്യങ്ങളിലെ കൈമാറുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ആരാണ് അതിനകത്ത് 2 പ്രാവശ്യം വരുന്നതിന് വേണ്ടിയുള്ള പാസ് വാങ്ങിക്കൊടുത്തത്? സെക്യൂരിറ്റി ഇതിൽ നിന്ന് ആരാണ് ഈ പാസ് വാങ്ങിക്കൊടുത്തത്? അവർക്ക് എന്ത് സ്വാധീനമാണുള്ളത്? ഇതെല്ലാം ഒരു പ്രശ്നമാണ്. ഇതിൽ ഒരു പ്രതി ഒരു പ്രതി എന്ന് പറഞ്ഞാൽ ബെല്ലാരിയിലുള്ള കക്ഷിയാണ്. ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ബെല്ലാരിയിലെ MP ആയിരുന്നല്ലോ നേരത്തെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബന്ധം ഉണ്ട്. അപ്പോൾ വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇന്ത്യയിലെ ഏത് പൗരനെയും ഇത്തരം കാര്യങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യ തെളിവുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അധികാരമുള്ള അന്വേഷണ കമ്മീഷൻ വിളിക്കുന്ന ഒരു തെറ്റുമില്ല. അതിനപ്പുറമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി രേഖപ്പെടുത്തി. അപ്പോൾ അതിൽ തൃപ്തിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. എനിക്ക് തോന്നുന്നത് UDF-ൻ്റെ കൺവീനറെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അഡ്വാൻസായിട്ട് ഹൈക്കോടതിയെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തനിക്ക് വേണ്ടി ഏറ്റവും PR ചെയ്യുന്നത് ഒന്ന് AK സെൻ്ററിൽ നിന്ന്, ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ്. ഈ സമൂഹ മാധ്യമത്തിൽ നിലനിൽക്കാൻ സഹായിക്കുന്നത് ഇടതുപക്ഷവും അങ്ങയുടെ ഓഫീസ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ ജോലി അത് തന്നെ. UDF-ൻ്റെ രാഷ്ട്രീയവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളും നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക, അതിനുവേണ്ടി PR ജോലി ചെയ്യുക, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അതിന് അസൂയ പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. പബ്ലിസിറ്റി അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുന്നത് ആ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്.